ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കുറേ ദിവസം എന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ച 8-10 ദിവസമായെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിന് അവരിൽ വീഡിയോ ഇടാതെ ഇരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നല്ലതൊന്നും നടക്കുന്നില്ല. നല്ലതല്ല പറഞ്ഞത്, വളരെ സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം നമ്മുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയാൻ പാടില്ലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിയമനം. കാരണം ഞാൻ ഈ വീഡിയോ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊരു കാര്യവും പുറത്ത് പറയരുത്. പക്ഷേ ഞാൻ വീഡിയോ കാണുന്നുണ്ട്, മറ്റുള്ളവരെ ചാനൽ കാണുന്നുണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ നോക്കിയിട്ടും സാരമില്ല, നമുക്ക് പറയണെന്തോ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമില്ല, നമ്മൾ സിമ്പതി പിടിച്ച് പറ്റാനായിട്ടല്ലല്ലോ. അപ്പോൾ എന്താണെന്നറിയാനായിട്ട് മറ്റുള്ളവർക്ക് ആകാംക്ഷ കാണും, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ദിവസം പോലും ഒരു ലൈവ് വരാനോ വീഡിയോ ഇടാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇനി കാര്യത്തിലോട്ട് വരാം. പിന്നെ എനിക്ക് നല്ല സുഖമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു വയ്യായിക്കൊക്കെ വരണതാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അതൊന്നുമല്ല, എനിക്ക് വയ്യെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു പോയാൽ നമ്മുടെ 2 ചിറകും അറ്റുപോയതുപോലെയാണ്. നമുക്കൊരു സന്തോഷം കാണത്തില്ല. നമുക്ക് എങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചിരുന്നാലും ഇച്ചിരി ആഹാരം കഴിച്ചാലും നമ്മുടെ മൈൻഡിൽ അത് കിട്ടത്തില്ല. നമുക്ക് അതൊക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എൻ്റെ മോൾക്ക് സുഖമില്ല, ചിക്കൻ ബോക്സാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല, ബസ്സിൽ പോയപ്പം കിട്ടിയതാണ്. ബസ്സിൽ യാത്ര ചെയ്തപ്പം ആരിൽ നിന്നോ കിട്ടിയത്. കാരണം ക്ലാസ്സുമായിട്ട് യാതൊരു ഇതല്ല. ക്ലാസ്സിൽ അവരിയ്ക്കണ ഒരു ബെഞ്ച് വിട്ട് ഇടബെഞ്ച് അങ്ങനെയൊക്കെയാണ് ഇരിക്കണം. ക്ലാസ്സിലുള്ള ആർക്കുമില്ല. അവിടെ പൊതുവേ പിള്ളേർ ഭയങ്കര മടി പിടിച്ചവന്മാരാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നാൽ തന്നെ അവന്മാർ ക്ലാസ്സിൽ വരത്തില്ല. അപ്പം അങ്ങനെ അവിടുത്തെ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട വഴിയില്ല. ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ മോൾക്ക് കിട്ടിയതാണ്. പാവം, നമുക്കതൊക്കെ വിചാരിക്കുമ്പോഴേ ഭയങ്കര സങ്കടം. കാരണം ഒന്നൊക്കെ ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ ഒന്നും വയ്യാത്തൊരു ബുദ്ധിമുട്ടിൽ അതൊക്കെ മനസ്സ് വിചാരിച്ചപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും ഏത് മകൻ, 2 മക്കളുണ്ടല്ലോ. മൂത്ത ആളിനാണേ 8 ദിവസമായതേ ഉള്ളൂ. ഇന്ന് കണ്ട ദിവസം തൊട്ടാണ് ഞാൻ പറയുന്നത്, ഇന്നേക്ക് 8 ദിവസം. അപ്പം ഇനി 15 ദിവസം കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലും കൺട്രോളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരെ ആഹാരം വയ്ക്കും. വിശപ്പിന് എന്തെങ്കിലും വച്ചാൽ അത് സമയം തോന്നുമ്പോൾ രാവിലെ എന്തെങ്കിലും ഐറ്റായിട്ട് ഉണ്ടാക്കും, അവൾക്ക് അതുപോലെ കൊടുക്കും. അവൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇളയ കൊച്ചിന് കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ എൻ്റെ ആങ്ങളെ ചോദിക്കുന്നത്, നീ എത്ര ദിവസമായി വീട്ടിൽ ആഹാരം വെച്ചിട്ടുണ്ട്? കാരണം എനിക്ക് വയ്ക്കാൻ തോന്നത്തില്ല തീരെ. മറ്റേ കൊച്ചിനെ കൂടി പട്ടിണിക്ക് ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വല്ലതും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അമ്മ ഒരു നേരം തരും, എന്നാലും മറ്റേത് പഠിക്കാൻ പോയിട്ട് SPC ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് കൊണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ശിവക്കാണെങ്കിൽ വെറും പഴവർഗ്ഗങ്ങളെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് നൊങ്കൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഇവക്ക് വയ്യെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സിറ്റിയിൽ പോയി കോലക്കണക്ക് നൊങ്ക് വാങ്ങിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചു. പക്ഷേ പുള്ളിക്ക് ഒന്നും കഴിക്കാനോ എന്തിനും നമ്മൾ പറയണം, ഇത് വരാതിരിക്കട്ട് ഒരു മക്കൾക്കും വരാതിരിക്കാനാണ്. അപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്കാണ് വരണത്. ശരിയാ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്കായിരിക്കും ഇത് വരണത്. പക്ഷെ ആ ഒരു വേദനയെ അത് അനുഭവിക്കണവർക്കേ അറിയാം. ഞാൻ അവളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ അവൾ അത് എടുത്തിട്ട് എനിക്ക് അവൾ ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയും ചെയ്യണ ഫോട്ടോ എടുത്തു. പക്ഷേ ഇത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മക്കൾക്കത് വരുമ്പോഴുള്ള വേദനയും, ഒന്ന് ഇരിക്കാനോ ഒന്ന് നിൽക്കാനോ ഒന്ന് നിൽക്കാനോ. ഒരു വേപ്പിലയിലുള്ള മൊത്തം കിടക്കുക. ഒരു പെൺകുട്ടിയല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിന് നമ്മളതായിട്ട് കഴിവുള്ളത് നമുക്ക് ആശുപത്രിയിലൊന്നും ഒറ്റപ്പെടുത്തി ഇടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ആവണമെങ്കിൽ ആക്കാം. അപ്പോൾ എൻ്റെ മറ്റേ മോളെ ആരും നോക്കും? എനിക്ക് 2 പേരുടെ കാര്യവും നോക്കണം. ഇളയതിൻ്റെയും നോക്കണം, മൂത്തതിൻ്റെയും നോക്കണം. ഇളയത് ഞാനില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം മൂത്തവളെ കാര്യം ഞാനല്ലാതെ പറ്റത്തില്ല. അപ്പം ഇവളെ അങ്ങോട്ട് അപ്പുറത്തെ മുറിയിലോട്ട് അവളെ അടുപ്പിക്കത്തില്ല. അവളെ ഞാൻ മാത്രമേ കെയർ ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കൂടെ ഇപ്പം ഇന്ന് 8 ഇനി അടുത്ത് 15, 16 അടുത്ത ആഴ്ച, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ കുളിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ തലമുടിയൊക്കെ നല്ലൊരു ഹെയറായിരുന്നു. എല്ലാം പോയെന്നല്ല, എല്ലാം ഇങ്ങനെ ആയിരിക്കും, നമുക്ക് തൊടാൻ പറ്റത്തില്ല. പക്ഷേ ഫുൾ ടൈം വൈകുന്നേരങ്ങൾ പുകച്ചും
അവൾ തന്നെ പറയുക പുകയിടുമ്പോഴത്തേക്ക് ഓരോന്ന് ടപ്പോ ടപ്പോ എന്ന് പൊട്ടണ ശബ്ദമൊക്കെ അവൾ കേൾക്കുമെന്ന് പറയും. പക്ഷേ ഇവക്ക് ഈ പൊങ്ങിയല്ല വന്നത്, ഈ താന്നുള്ള ഇതാണ്. പക്ഷെ അത് ഈ നമ്മൾ ആവി ഇടുമ്പോഴത്തേക്ക് ടപ്പെന്ന് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ അമ്മ ആവി ഇടുമ്പോഴത്തേക്ക് എനിക്കത് ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെ ടപ്പോന്ന് പൊട്ടണതായിട്ട്. നമ്മൾ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചാലും നമുക്ക് വരേണ്ട വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണേ. പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും പേടിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ സത്യമായിട്ട് ആർക്കും പേടിയില്ല. ഇങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ ആർക്കും ഒരു ഇതുമില്ല. ചിലർ വിചാരിക്കും അടച്ചു മുടിയിരുന്നു. അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ മോളടുത്ത് പോകും വരും, അമ്മയടുത്ത് അമ്മ കയറി വരെയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് 70 വയസ്സാറായില്ലേ, 68 വയസ്സായ. ഞാൻ പറഞ്ഞ അമ്മ കയറി പോകലെന്നിട്ട് പുള്ളിക്കാരത്തി അമ്പലത്തിൽ പോവുക, അവൾക്ക് വേണ്ടി അർച്ചന നടത്തുക, അവളടുത്ത് പോവുക, അവളെ നോക്കി നിന്ന് കരയുക. കരച്ചിലെന്ന് വെച്ചാൽ കൊച്ചുമോളല്ലേ, അവരാദ്യമായിട്ട് എടുത്ത് നോക്കിയ മോളല്ല. അപ്പം അവർക്ക് അതിൻ്റെതായ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൊണ്ട് കഴിവുള്ള, കാരണം അവർക്ക് കാശ് കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. അതുകൊണ്ടിട്ട് അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിന് കുറവാവണേ എന്ന് പറഞ്ഞ് ചെന്ന് അവൾക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ വഴിപാട് നടത്തണം. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കരച്ചിൽ. എൻ്റെ അനിയത്തി വരും, അവളെ സുഖമില്ലാത്തവരാണ്, അവൾ വന്ന് നോക്കും. അപ്പം ഈ 2 കൊച്ചു പിള്ളേരുണ്ട്. എൻ്റെ അനിയത്തി അവൾക്കൊരു മോനും എനിക്കൊരു മോളും, രണ്ടുപേരും. മറ്റുള്ള അനിയത്തി ഇളയത്. അപ്പം ഈ 2 പിള്ളേരെയും നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. എൻ്റെ ആങ്ങളെ അങ്ങോട്ട് പോകില്ല. പക്ഷെ അവൻ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. അതുകൊണ്ടിട്ട് നമുക്ക് പേടിയില്ല നമുക്കിങ്ങനെ. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വരുമ്പോഴേ ഗൈസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഒരു സന്തോഷം കാണത്തില്ല. നമുക്ക് ഒന്നിനോടും പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പം കൊല്ലംകോട്ട് തൂക്കം കാണാൻ പോകണമെന്നൊക്കെയുള്ളൊരു ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ എന്തേനും ഒരു നമ്മുടെ ശരീരത്തിന് ഒരു ഇതില്ല. അപ്പം ഞാൻ മനസ്സിരിച്ച് കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കമില്ല. രാത്രിയാകുമ്പോൾ ഇവള് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഇവൾ അവിടെ നിന്നിട്ട് വിളിക്കും, അമ്മ എന്നൊരു വിളിക്കും. അല്ലെങ്കിൽ ഫോണിൽ അമ്മ എന്ന് വിളിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെള്ളം വേണം. അവൾക്ക് എപ്പോഴും എന്താണ് തോന്നുന്നത്, അത് ഏത് രാത്രിയൊന്നുമില്ല. കാരണം അവൾ അത്രയും പുകച്ചിലെടുത്ത് വേദനയിൽ സഹിച്ച് കിടക്കണം. വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. വയറെരിഞ്ഞിട്ടായിരിക്കും അവൾ കിടക്കണം. പക്ഷേ ആ ഒരു സമയം ചിലപ്പം പകൽ എങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് കിടക്കും. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതിൽ കൊച്ചിനെ ഒന്നും എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. ആ ഒരു ഇതിൽ എപ്പോഴും കട്ടിലിൽ നമ്മൾ അവളെ കിടത്തുമ്പോഴത്തേക്ക് വെള്ളമുണ്ടിൽ നമ്മൾ മറ്റേ ഇത് ആര്യവേപ്പിൻ്റെ ഇലയല്ലേ, കട്ടിൽ വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ അതിൽ മുണ്ടിൽ ആര്യവേപ്പിൻ്റെ ഇല വിതറി അവളതിൽ കിടത്തുക. അങ്ങനെയാണ് ഞാൻ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തെ അതിൽ കിടക്കുമ്പം നടുകൊണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ആ വേദനയിൽ കൊച്ചു കിടന്നിട്ട് ഇച്ചിരി വെള്ളമായിരിക്കും ചെയ്യുന്നത്. അത് ഇന്ന സമയമൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഞാൻ ഹാളിൽ കിടക്കും, അവൾക്ക് വേണ്ടിയിട്ട് മറ്റോളും റൂമിൽ കിടക്കും. അവൾക്ക് എനിക്ക് ഉറക്കമില്ല. രാത്രി എനിക്ക് ഉറക്കമില്ല. ഞാനങ്ങനെ ചിലപ്പം കണ്ണടഞ്ഞു പോകുമ്പോഴായിരിക്കും ഇവിടെ വിളിക്കുന്നത്. അമ്മ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരും. എന്തൊക്കെ ചിലപ്പോൾ അപ്പോഴായിരിക്കും അവൾ നൊങ്ക് വെട്ടി കൊടുക്കാൻ പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുമോ? ഞാനൊരു എത്രയായാലും ഒരു പെണ്ണല്ലേ, എനിക്ക് ആ രാത്രി വെട്ടുകത്തി എടുക്കണം, നൊങ്ക് വെട്ടണം. ആ സമയത്തൊക്കെ നമ്മൾ പറയാൻ പറ്റത്തില്ല, നൊങ്ക് വെട്ടിവെച്ചാൽ പറ്റത്തില്ല. വെട്ടി വയ്ക്കുന്നതിനെക്കാട്ടി അപ്പോഴും ഫ്രഷായിട്ട് എടുത്ത് കൊടുക്കണം. അത് എല്ലാം നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞവർക്ക് നമുക്ക് എപ്പോഴും നൊങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കരുതി സ്റ്റോക്ക് വയ്ക്കണം. നൊങ്കാണ് ഇവർക്ക് പറ്റിയത്. പക്ഷേ പറ്റിയതെന്ന് പറയും എല്ലാവരും കഴിക്കത്തില്ല, അവർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇരിക്കുന്ന തണ്ണിമത്തൻ, ഈ ചൂടായത് കാരണം തണ്ണിമത്തൻ കടിച്ച് തിന്നാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അത് അപ്പോഴും ജ്യൂസ് അരിച്ചു കൊടുക്കണം. അരിച്ചാണ് കൊടുക്കേണ്ടത്, ജ്യൂസ് അരിച്ചു കൊടുക്കണം തണ്ണിമത്തൻ്റെ. എന്നുവെച്ചാൽ അവർക്ക് ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ കാണും സംഭവം, ഈ ബാക്കി അകത്തൊക്കെ കാണും. അവർക്ക് കഴിച്ചിറക്കാൻ പറ്റത്തില്ല, കുടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ മക്കൾക്ക് വേണ്ടി എത്രത്തോളം കെയറായിട്ടിരിക്കുക, അത്രത്തോളം കെയറായിട്ടിരുന്നാലേ നമുക്ക് അവരെ പെട്ടെന്ന് സുഖപ്പെടുത്തി അവരെ മനസ്സിൽ സന്തോഷവും കൊടുക്കണം. ഈ ഒരു അവസ്ഥയിൽ അവരെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അസുഖങ്ങൾ പല അസുഖങ്ങളും വരും കേസ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ മക്കൾക്ക് നല്ല കെയർ കൊടുത്ത് നന്നായിട്ട് അവരെ നോക്കിയാലേ നമ്മളെ മക്കൾക്ക് മനസ്സിൽ സന്തോഷവും അവരെ അസുഖം പകുതി മാറത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോയമ്പെടുത്തു. വെള്ളിയാഴ്ചയാണ് അവസാന നോയമ്പായിരുന്നു, വെള്ളിയാഴ്ച ദിവസം. തിങ്കളാഴ്ച റംസാനായിരുന്നു, ചെറിയ പെരുന്നാൾ തിങ്കളാഴ്ചയാണ്. അപ്പം ഞാൻ വെള്ളിയാഴ്ച നോയമ്പ് പിടിച്ചു. ഇവർക്ക് വേണ്ടി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ആരും ഇന്നുവരെ എടുത്തിട്ടില്ലെന്നല്ല, നമ്മൾ ഹിന്ദുക്കളുടെ നോയമ്പ് എടുത്തിട്ടുണ്ട്. അത് കുടിനീരിറക്കാം,
മറ്റുള്ള ഇത് കുടിനീരിറക്കാം, വെള്ളം ദാഹിക്കും, അങ്ങനെ വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് നോയമ്പോൾ അതപ്പോൾ നമ്മൾ കുടിനീരിറക്കാം. പക്ഷേ ഇത് കുടിനീര് പോലും ഇറക്കാതെ ഞാൻ ഒരു ഫുൾ ടൈം ദിവസം നോയമ്പെടുത്ത്. അത് സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ഭീമ പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ മനസ്സെരിഞ്ഞ് നൊന്ത് മനസ്സിൽ എൻ്റെ കുഞ്ഞിന് വെള്ളിയാഴ്ച ദിവസം കൂടുമെന്ന് പറഞ്ഞു. ആ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇവർക്ക് വേണ്ടി നോയമ്പെടുത്ത്. അതെന്ത് ദിവസമൊന്നും എനിക്ക് ആ വെള്ളിയാഴ്ചത്തെ പ്രാധാന്യം എന്തെന്നൊന്നും എനിക്കറിയത്തില്ലേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ വിളിയാണോ എന്നറിയും. വേദന കൊണ്ട് പൊളഞ്ഞ എൻ്റെ കുഞ്ഞ് ആ ഒരു ദിവസം ഉച്ച ഒരു 5-6 മണിയായപ്പോഴത്തേക്കും അവൾ തന്നെ എഴുന്നേറ്റ് സുഖമായിട്ട് ബാത്റൂമിൽ പോയി. അപ്പം പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം കൂടുമെന്നാണ് പറയുന്നത്. വെള്ളിയും ചൊവ്വയും കൂടും ഇവർക്ക്, എഴിക്കത്തില്ലെന്ന് വേണം അന്നത്തെ ദിവസം. പക്ഷേ എന്താ, ഈ നോയമ്പ് തീരുന്ന മുമ്പേ അവൾ എഴുന്നേറ്റ്. ഇപ്പം നോയമ്പ് മുറിച്ച് എൻ്റെ പാകമോ നോയമ്പ് മുറിക്കത്തില്ല, നോയമ്പ് മുറിക്കുമ്പോഴത്തേക്ക് അതിൻ്റേത് ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ച്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരല്ലേ, അവൾക്ക് വേദന ഇത് വരും, പക്ഷേ വേദന കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിച്ചാൽ ദൈവം വിളി കേൾക്കുമെന്നാണ് പറയണം. ഏത് ദൈവങ്ങളായാലും വിളി കേൾക്കും. അപ്പം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തത് ഇതൊക്കെയാണ് കാരണങ്ങൾ. എൻ്റെ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ടിട്ടും പിന്നെ എൻ്റെ ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ചുമച്ച് നെഞ്ചിനകം വേദന കൊണ്ട് ബാക്കിയകത്ത് ഇവിടെ കുടിനീരിറക്കാൻ വയ്യ. എനിക്ക് ഈ കുടിനീരിറക്കാൻ വയ്യ. വായിന്ന് നമ്മൾ പറയുമ്പോൾ ഈ കട്ടയ്ക്ക് പഞ്ഞി പോലെ എനിക്ക് ഈ കട്ടയ്ക്കാണ് എൻ്റെ വായിൽ നിന്ന് കഫം പോണത്. എനിക്ക് അത്രയ്ക്ക് വേദനയായി, നെഞ്ചിനൊക്കെ ഭയങ്കര വേദനയാണ് ഗൈസ്. അപ്പം നമ്മളെന്താ ഉറക്കം ഇല്ലാതിരിക്കുമ്പോൾ അവളെ പോലെ ഞാനും തണുത്ത വെള്ളം കുടിക്കും. അവർക്ക് കുഴപ്പമില്ല, ഞാനും കുടിക്കും. അപ്പോൾ ഈ തണുത്ത വെള്ളം കുടിച്ചത് കാരണം എനിക്ക് ഈ ബുദ്ധിമുട്ടായി. എനിക്ക് എഴിക്കാൻ വയ്യ, വലത് കാല് നീര് കൊണ്ട് ഇത്രയൊക്കെ ആയിപ്പോയി. ഇപ്പോഴും ഈ അവസ്ഥയിൽ എനിക്ക് വയ്യ. ഞാൻ ഒരു കൊച്ചിൻ്റെ കാര്യം നോക്കണം, മറ്റേ കൊച്ചിൻ്റെ കാര്യം നോക്കണം, ഇവളെ കാര്യം നോക്കിയിട്ടും അവളെ സ്കൂളിലാക്കണം, അവൾക്ക് SPC അവളെ സ്കൂളിലാക്കണം, തിരിച്ച് അവളെ വിളിക്കാൻ പോകണം, അവളെ PT മീറ്റിങ്ങിന് അത് പോകണം, പിന്നെ ആശുപത്രിയിൽ പോകണം, മരുന്ന് വാങ്ങിക്കണം, ഇതിൻ്റെ ഹോമിയോ പോകണം. ഒറ്റയ്ക്ക് കിടന്നങ്ങ് ഓടുക. ഞാൻ കിടന്നു, കൈത്താങ്ങാട്ട് ആരുമില്ല. വീട്ടിലെല്ലാവരും ആഹാരം തരാനും വെള്ളം തരാനൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്ക് കിടന്ന് ഓടി എനിക്കിപ്പോൾ വയ്യ. കാലമായി ഇത്രയേ ആയി. ഒരു കാലിൻ്റെ വലിപ്പമാണ് ഞാൻ പറഞ്ഞു, ഇത്രയായി. ഒന്ന് നോക്കിയാൽ ഈ ഒരു വയ്യാത്ത കാലം വെച്ചിട്ട് ഞാൻ എന്തെല്ലാം കാര്യം ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് മനസ്സിൽ വിചാരിച്ച് ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് അതും എനിക്കൊരു അബദ്ധം പറ്റി. ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ 12 മണിക്ക് കൊച്ചിനെ വിളിക്കണം, 10:30 PTA മീറ്റിംഗ് കഴിഞ്ഞ് 11:30 ആശുപത്രിയിൽ പോയി മരുന്ന് ബ്ലഡ് കൊടുത്ത് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഒപ്രാളവും പരവശം കാണിച്ച് എൻ്റെ OP ടിക്കറ്റും എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് അറിയണം, അതെല്ലാം കളഞ്ഞു, നഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് മരുന്നും കുപ്പി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മരുന്ന് വാങ്ങിച്ചു, ഞാൻ മരുന്നും ചുമയുടേതും മരുന്നെല്ലാം വാങ്ങിച്ചു. പക്ഷേ എൻ്റെ OP ടിക്കറ്റും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ വീട്ടിൽ വന്ന് പകുതിയിൽ വെച്ചപ്പോൾ കണ്ടത് എനിക്ക് അത്രയ്ക്ക് ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ ഇങ്ങനെ 12 മണിക്ക് ആ കൊച്ചിനെ വിളിക്കാൻ പോകണം, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ കൊച്ചിൻ്റെ കാര്യം നോക്കണം. അപ്പം അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് കുറേ ദിവസം ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടോ ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് വെറുതെ എന്തിനായിരിക്കണം. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ആരെങ്കിലും ചിക്കൻ ബോക്സിനെ പറ്റി ഇട്ടിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും ഇടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടോയെന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ച് അത് ഫുള്ളായിട്ടിട്ടുണ്ട്. പക്ഷെ ആ പെങ്കൊച്ചിൻ്റെ ദേഹം മൊത്തം ഉണ്ണി പോലെ പറഞ്ഞേ. എൻ്റെ നമുക്ക് ഉണ്ണി പോലെയല്ല വന്നത്, ഈ ചൂടുകുരു ഇല്ലേ, ചൂടുകുരു പോലെയാണ് വന്നത്. വെള്ള കുഞ്ഞ് ചൂടുകുരു പോലെ ഇവിടെ ഈ നെറ്റിയുടെ എവിടെയും ഈ കൈയിൻ്റെ എവിടെയൊക്കെ ചൂടുകുരു പോലെയാണ് വന്നത്. ഇത് 2-3 സൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എനിക്ക് വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവളെ ഇനി കാണിക്കുമ്പോഴത്തേക്ക് അവളെ ഒരു ദിവസം കാണിക്കാം, എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് അല്ലാതെ എടുത്ത് നമുക്ക് അപ്പോൾ പുറത്തു പോലും ഉറക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം ഇനിയൊരു ദിവസത്തേക്ക് അവളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം.